എന്റെ ചെറിയ പഴത്തോട്ടത്തിൽ നിന്ന് എന്തെങ്കിലും പഴങ്ങൾ കിട്ടിയിട്ട് 2 ദിവസമായി. തോട്ടത്തിനുള്ളിൽ മതിലിനോട് ചേർന്ന് നട്ടിരുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയിൽ ആദ്യമായി കായ്ച്ച പഴങ്ങൾ ഇന്ന് വിളവെടുക്കാമെന്ന് കരുതി ആ ചെടിയുടെ അരികിലേക്ക് നടന്നു. അധികം ശ്രദ്ധയോ വളപ്രയോഗമോ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിക്ക് ഞാൻ നൽകിയിരുന്നില്ല. എങ്കിലും മതിലിൽ പറ്റിപ്പിടിച്ച് വളർന്ന ഈ ചെടി അതിലെ ആദ്യത്തെ പഴം എനിക്ക് സമ്മാനിക്കാനായി റെഡിയായി നിൽക്കുകയാണ്. നമ്മൾ നട്ടുവളർത്തുന്ന ഏത് ചെടിയിലെയും ആദ്യത്തെ പഴം എന്തായാലും നമുക്ക് സന്തോഷം നൽകുന്ന ഒന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചെടിയിലെ ആദ്യത്തെ ഫ്രൂട്ട് പറിച്ചെടുത്തപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. ഏതിനത്തിൽപ്പെട്ട ഡ്രാഗൺ ഫ്രൂട്ടാണ് എന്നറിയാത്തത് കൊണ്ട് തന്നെ പഴത്തിന്റെ ഉൾവശം എങ്ങനെയെന്നറിയാൻ ആകാംക്ഷയായി. പഴം മുറിച്ചു നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. നല്ല കടും പിങ്ക് നിറത്തിൽ മനോഹരമായിരുന്നു ഇതിന്റെ ഉൾവശം. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഡ്രാഗൺ ഫ്രൂട്ടിന് പലപ്പോഴും മധുരം ഉണ്ടാവണമെന്നില്ല. എന്നാൽ എനിക്ക് കിട്ടിയ ഈ പഴം നല്ല മധുരമായിരുന്നു. ഒരു കഷ്ണം ഡ്രാഗൺ ഫ്രൂട്ടും കഴിച്ച് തിരികെ നടക്കുന്നതിനിടയിൽ നാടൻ പപ്പായ ചെടിയിൽ പാകമായ പപ്പായ അടത്തെടുക്കാനും സമയം കണ്ടെത്തി. തോട്ട കൊണ്ട് കുത്തിയിട്ട പപ്പായ നിലത്ത് വീഴാതെ കൈക്കുള്ളിലാക്കി.